ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ശ്ലോകം 21 നമ്മൾ ചർച്ച ചെയ്യുന്നത്. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. അപ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യം അതിൻ്റെ ഈ ശ്ലോകത്തിൻ്റെ ഡയറക്റ്റ് മീനിങ്, രണ്ടാമത്തെ ഗൗഡീയ ആചാര്യന്മാരുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു വീക്ഷണമുണ്ട് ഈ ശ്ലോകത്തിൽ. ഇനി ആദ്യത്തെ ഡയറക്റ്റ് മീനിങ് നോക്കിക്കഴിഞ്ഞാൽ, കൃഷ്ണായ വാസുദേവായ, ഭഗവാൻ കൃഷ്ണൻ്റെ പേര് നമുക്ക് കൃഷ്ണൻ, ഭഗവാൻ കൃഷ്ണൻ തന്നെ വാസുദേവരുടെയും ദേവകിയുടെയും പുത്രൻ എന്നുള്ള രീതിയിലാണ് ഇവിടെ ആദ്യം വിളിക്കുന്നത്. കൃഷ്ണായ വാസുദേവായ, വാസുദേവൻ എന്ന് പറയുമ്പോൾ വസുദേവരുടെ മകൻ, ദേവകി നന്ദൻ എന്ന് വിളിക്കുന്നു, ദേവകി റാണിയുടെ മകൻ. മൂന്നാമത്തെ വരിയിൽ നന്ദഗോപകുമാരായ, നന്ദഗോപരുടെ മകൻ, ഗോവിന്ദായ നമോ നമഃ. ഗോവിന്ദൻ എന്ന് പറയുമ്പോൾ പശുക്കളെ സംരക്ഷിക്കുന്ന വ്യക്തി, അതേപോലെ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നു, അല്ലെങ്കിൽ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ആനന്ദം പകർന്നു തരുന്ന ആ വ്യക്തി, അത് ഭഗവാനാണ് അല്ലേ. ഭഗവാനെ കാണുമ്പോൾ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ഒരുപാട് ആനന്ദം കിട്ടുന്നു. അങ്ങനെ ആയിരിക്കണം. കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ കുഴപ്പമാണ്. യെസ്. അപ്പോൾ ഇതൊക്കെയാണ് ഡയറക്റ്റ് മീനിങ്സ് നോക്കുമ്പോൾ, ഓരോ വാക്കുകളുടെ മീനിങ് നോക്കുമ്പോൾ. ഒരു മിനിറ്റ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന്, മൊത്തത്തിൽ അങ്ങ് ശരിയാവുന്നില്ല. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഇപ്പോൾ ദേവകി റാണിയുടെ പുത്രൻ, വസുദേവരുടെ പുത്രൻ കൃഷ്ണൻ. അതാണ് ആദ്യത്തെ മീനിങ്, ഡയറക്റ്റ് മീനിങ് അതാണ്. ശീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറും പറയുന്നത് അതാണ്. ശ്ലോകത്തിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷനിൽ അദ്ദേഹം പറയുന്നു, എല്ലാ അവതാരങ്ങളിൽ വെച്ച് ഈ കൃഷ്ണ അവതാരമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് പറയുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ, ബാക്കി എല്ലാ അവതാരങ്ങളും ഈ ഭഗവാൻ കൃഷ്ണനിലുണ്ട്. എല്ലാവരുടെയും അവതാരി, അല്ലെങ്കിൽ എല്ലാ അവതാരങ്ങളുടെയും ഉത്ഭവം ഭഗവാനിൽ നിന്നാണ്. അവതാരി പുരുഷനാണ് കൃഷ്ണൻ. അപ്പോൾ കുന്തി മഹാറാണി പറയുന്നു, എല്ലാ അവതാരങ്ങളിൽ വെച്ച് അങ്ങയുടെ അവതാരം, കൃഷ്ണ അവതാരമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ഇനി കുന്തി മഹാറാണി ഒരു കാര്യം പറയുന്നു, ഇവിടെ വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ സഹോദരൻ വസുദേവർ ഒരുപാട് ഭാഗ്യം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, പരമദ്യോതവും പുരുഷൻ കൃഷ്ണൻ വസുദേവനെ അച്ഛനായിട്ട് സ്വീകരിച്ചു. അതുകൊണ്ട് വാസുദേവൻ എന്നുള്ളൊരു പേരും കൃഷ്ണനുണ്ട് എന്ന് കുന്തി മഹാറാണി പറയുന്നു. ഇനി അതിനുശേഷം പറയുന്നു, അതേപോലെ തന്നെ ദേവകി റാണി, എൻ്റെ സഹോദരൻ്റെ ഭാര്യ ദേവകി റാണി ഒരുപാട് ഭാഗ്യം ചെയ്തിട്ടുണ്ട്. കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. കുന്തി മഹാറാണി പറയുന്നതാണ്, ഒരുപാട് ഭാഗ്യം ചെയ്തിട്ടുണ്ട്. ആ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ദേവകി റാണിയുടെ വയറ്റിലാണ് ഈ കൃഷ്ണൻ വരുന്നത്. കൃഷ്ണൻ, അല്ലെങ്കിൽ അതേ ദേവകി റാണിയുടെ ഉദരത്തിൽ നിന്നാണ് ഭഗവാൻ ജനിക്കുന്നത് എന്നും പറയുന്നു. ഇത്രയും പറയുന്നു. അതുകൊണ്ട് ദേവകി നന്ദൻ എന്ന് വിളിക്കുന്നു. നമ്മൾ ശ്ലോകത്തിലും കാണുന്നു അല്ലേ, ദേവകി നന്ദൻ എന്ന് വിളിക്കുന്നുണ്ട്. ഇനി അതിനുശേഷം പറയുന്നു, നന്ദഗോപകുമാരായ നന്ദഗോപൻ എന്ന് പറയുമ്പോൾ, അപ്പോൾ നന്ദ മഹാരാജൻ്റെ മകനായി കുമാരൻ, നന്ദമഹാരാജൻ്റെ മകൻ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. നന്ദഗോപരുടെ മകനായിട്ട് പറയുമ്പോൾ അവിടെ കുന്തി മഹാറാണി പറയുന്നത്, നന്ദഗോപരുടെ കാര്യം പറയുകയാണെങ്കിൽ നന്ദഗോപർ ഒരുപാട് ഭാഗ്യം ചെയ്തിട്ടുണ്ട് ഇവരെക്കാൾ എല്ലാവരും. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭഗവാൻ കൃഷ്ണൻ്റെ ആ മധുരമുള്ള ലീലകളെല്ലാം അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു എന്ന് പറയുന്നു. എന്നാൽ യശോദ റാണിയുടെ പേര് ഇവിടെ പറയുന്നില്ല.
എന്നാൽ ശീല വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ പറയുന്നത് യശോദറാണിയുടെ പേര് കുന്തി മഹാറാണി ഇവിടെ സൂചിപ്പിക്കുന്നില്ല, എന്നാൽ ഡയറക്റ്റ്ലി പറയുന്നില്ല, എന്നാൽ യശോദറാണിക്ക് വേണ്ടി ഒരു ശ്ലോകം മുഴുവനും മാറ്റിവെക്കുന്നുണ്ട്. അത് നമ്മൾ ഇനി 31-ാമത്തെ ശ്ലോകത്തിൽ കാണും. ഒരു ശ്ലോകം മുഴുവനും യശോദറാണിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, യശോദറാണിയെ സ്തുതിക്കുന്നതാണ്. 31-ാമത്തെ ശ്ലോകം എത്തുമ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നു, അങ്ങനെ ഇതാണ് ഡയറക്റ്റ് ആയിട്ടുള്ള മീനിങ്. ശീല വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂറും ഈ ഒരു ഡയറക്റ്റ് മീനിങ് പറയുന്നു. എന്നാൽ വേറെ നമ്മുടെ ഗൗഡീയ ആചാര്യന്മാർ ഇതിനെ ഒന്നും കൂടെ വീക്ഷിക്കുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഈ ഒരു ശ്ലോകത്തിൻ്റെ ഡയറക്റ്റ് മീനിങ് നോക്കുമ്പോൾ കൃഷ്ണൻ്റെ പേര് കൃഷ്ണൻ എന്ന് പറയുന്നു, വാസുദേവൻ്റെ മകൻ വാസുദേവൻ എന്ന് വിളിക്കുന്നു, ദേവകി നന്ദൻ എന്ന് വിളിക്കുന്നു, നന്ദഗോപൻ എന്ന് വിളിക്കുന്നു. ഇത്രയും നമ്മൾ കണ്ടു. ഇനി ഗൗഡീയ ആചാര്യന്മാർ ഇതിനെ ഒന്നും കൂടെ ലെൻസ് വെച്ച് നോക്കുമ്പോൾ കുറേ വേറെ അർത്ഥം വരുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഒന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് കുന്തി മഹാറാണിയുടെ സഹോദരൻ വസുദേവൻ. അപ്പോൾ വസുദേവൻ്റെ അങ്ങനെയുള്ള കണക്ഷനാണ് നമ്മൾ കാണുന്നത്, അല്ലേ? അപ്പോൾ ഭഗവാൻ കൃഷ്ണനെ എൻ്റെ സഹോദരൻ്റെ പുത്രൻ എന്നുള്ള രീതിയിലും ആ ഒരു രീതിയിലാണ് ഗ്ലോറിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് സ്തുതിക്കുന്നത് എന്ന് നമുക്ക് തോന്നുമായിരിക്കാം. അവിടെയാണ് നമ്മുടെ ഗൗഡീയ ആചാര്യന്മാർ വന്ന് ഒന്നും കൂടെ അതിനെ നോക്കുമ്പോൾ അതിൽ വൃന്ദാവനം വരുന്നത്. ആക്ച്വലി നോക്കുമ്പോൾ വൃന്ദാവനം ഇല്ല ഇതിൽ. ഓക്കെ, നന്ദഗോപരുടെ പേരുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഒരു കണക്ഷൻ നമുക്ക് കിട്ടുന്നില്ല. കാര്യം ആദ്യത്തെ 2 വരിയിൽ വസുദേവരെയും ദേവകി റാണിയെയും കുറിച്ച് പറഞ്ഞു, പിന്നീട് നന്ദഗോപനെ കുറിച്ച് പറഞ്ഞു, അത്രേ പറഞ്ഞുള്ളൂ. യശോദറാണിയെക്കുറിച്ച് പറയുന്നുമില്ല. അങ്ങനെയാണ് ശ്ലോകം അവസാനിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗൗഡീയ ആചാര്യന്മാർ പറയുന്നു ഇതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അതായത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കൃഷ്ണായ എന്ന് പറയുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ്റെ പേര് തന്നെ, വാസുദേവായ. അപ്പോൾ വാസുദേവൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആർക്കൊക്കെ ഓർമ്മയുണ്ടെന്നറിയില്ല, നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ആദ്യത്തെ ശ്ലോകം ചർച്ച ചെയ്യുന്ന സമയത്ത് വാസുദേവൻ എന്ന് പറയുന്ന വാക്കിൻ്റെ 10 അർത്ഥങ്ങളോ 8 അർത്ഥങ്ങളോ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ആർക്കൊക്കെ ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല. അവിടെ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. എന്നാൽ ഒന്നുകൂടെ പറയുന്നു. അപ്പോൾ വാസുദേവൻ എന്ന് പറയുമ്പോൾ വസുദേവരുടെ മകൻ, ഇതാണ് ഡയറക്റ്റ് ആയിട്ടുള്ള അർത്ഥം. എന്നാൽ വസുദേവരുടെ മകൻ വസു എന്ന് പറയുമ്പോൾ സംസ്കൃതത്തിൽ ധനം എന്നുണ്ട്, അല്ലെങ്കിൽ സമ്പത്ത് എന്നുള്ളൊരു അർത്ഥം വരുന്നു. വസു എന്ന് പറയുമ്പോൾ സമ്പത്ത് എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ വാസുദേവൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വസുദേവൻ എന്ന് പറയുമ്പോൾ വസുദേവരുടെ മകൻ എന്നാണ്. അപ്പോൾ നമ്മൾ വസുദേവൻ എന്ന് പറയുന്ന വാക്കിനെയാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത്. അപ്പോൾ വസു എന്ന് പറയുമ്പോൾ സമ്പത്ത്, ദേവൻ എന്ന് പറയുമ്പോൾ ആ സമ്പത്തിൻ്റെ ഉടമ, അല്ലെങ്കിൽ അതിനെ നോക്കി നടക്കുന്ന, അല്ലെങ്കിൽ ഉടമസ്ഥൻ എന്നുള്ളത്. ആ സമ്പത്ത് ആരുടെയാണോ അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥനാണോ അദ്ദേഹമാണ് വസുദേവൻ. ഇനി ഇവിടെ ഗൗഡീയ ആചാര്യന്മാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വസു എന്ന് പറയുമ്പോൾ സമ്പത്ത് ശരിയാണ്. വൃന്ദാവനത്തിലെ സമ്പത്ത് എന്താണ്? പശുക്കളാണ്. അപ്പോൾ പശുക്കൾ സമ്പത്തായിട്ടുള്ളത് ആർക്കാണ്? അത് നന്ദഗോപർക്കാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ വസുദേവൻ എന്ന് പറയുന്ന പേര് നന്ദഗോപരുടെയും പേരാണ് എന്നവർ പറയുന്നു. ഇതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം. ഇപ്പോൾ വസുദേവൻ എന്ന് പറയുമ്പോൾ പശുക്കൾ സമ്പത്തായിട്ടുള്ള വ്യക്തി ആരാണോ, അല്ലെങ്കിൽ പശുക്കളുടെ സമ്പത്തായിട്ടുള്ള ആ രാജാവ് ആരാണോ, അദ്ദേഹമാണ് വസുദേവൻ. ദേവൻ എന്ന് പറയുമ്പോൾ വേറെയും അർത്ഥങ്ങളുണ്ട്, നമ്മൾ ഇതിനു മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട്. ദേവൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയാം, അല്ലെങ്കിൽ അതിൻ്റെ ദേവൻ എന്ന് പറയാം, അല്ലെങ്കിൽ പല അർത്ഥങ്ങളും വരുന്നു. രാജാവ് എന്ന് പറയാം, അല്ലെങ്കിൽ ദേവ എന്ന് പറയുമ്പോൾ വേറെ അർത്ഥമുണ്ട്, നമുക്ക് ദേവതമാരുടെ അർത്ഥം. ഇവിടെ അതല്ല പറയുന്നത്. അപ്പോൾ വസുദേവൻ എന്ന് പറയുമ്പോൾ പശുക്കൾ സമ്പത്തായിട്ടുള്ള ആരാണോ അദ്ദേഹം. അപ്പോൾ ഇവിടെ ആചാര്യന്മാർ പറയുന്നു വസുദേവൻ എന്നുള്ളൊരു പേര് നന്ദമഹാരാജനും ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ വരിയിൽ അപ്പോൾ നോക്കാം, കൃഷ്ണായ വാസുദേവായ എന്ന് പറയുമ്പോൾ നന്ദഗോപരുടെ പേര് നമ്മൾ മനസ്സിലാക്കുക അവിടെ ഇപ്പോൾ ഈ ഒരു അർത്ഥപ്രകാരം. ഇനി രണ്ടാമത്തെ വരിയിൽ ദേവകി നന്ദനായ ച, അപ്പോൾ അത് മാച്ച് ആവുന്നില്ല.
ആദ്യത്തെ വരിയിൽ വസുദേവർ എന്ന് പറയുമ്പോൾ നന്ദഗോപരുടെ വേറെ പേരാണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. എന്നാൽ രണ്ടാമത്തെ വരിയിൽ വരുമ്പോൾ ദേവകി നന്ദനായച്ച എന്ന് പറയുമ്പോൾ അവിടെ അത് മാച്ച് ആവുന്നില്ലേ രണ്ടും തമ്മിൽ, അല്ലേ? കാര്യം ദേവകി എന്ന് പറയുന്നത് ദേവകി റാണിയുടെ പേരാണ്. അപ്പോൾ അവിടെയും നമ്മുടെ ആചാര്യന്മാരെ പറയുന്നു, ആക്ച്വലി ദേവകി എന്ന് പറയുന്നത് ദ്വേ നാംനി നന്ദ ഭാര്യായ യശോദ ദേവകി ച. ഇതാണ് എക്സ്പ്ലനേഷൻ. ആചാര്യന്മാരെ പറയുന്നു ദ്വേ നാംനി നന്ദ ഭാര്യായ യശോദ ദേവകി ച. അതായത് യശോദ റാണിക്ക് ഒരുപാട് പേരുകളുണ്ട്. ഇപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ഒരുപാട് പേരുകളുണ്ട്, അല്ലേ? അനന്തമാണ് അദ്ദേഹത്തിൻ്റെ പേരുകൾ. അതേപോലെ ഒരുപാട് പേരുകൾ ദേവിക റാണിക്കുമുണ്ട്. ദ്വേ നാംനി, അതായത് ഒരുപാട് പേരുകളുണ്ട്. ആർക്ക്? നന്ദഭാര്യയായ. ആരാ നന്ദഭാര്യയായ? യശോദ. നന്ദഗോപരുടെ ഭാര്യ യശോദ റാണിക്ക് ഒരുപാട് പേരുകളുണ്ട്. അതിലെ ഒരു പേരാണ് ദേവകീച്ച, ദേവകി എന്നുള്ള പേരും. അപ്പോൾ പറയുകയാണെങ്കിൽ ദേവകി എന്നുള്ളൊരു പേരും കൂടെ യശോദ റാണിക്കുണ്ട്. നന്ദബാബ സ്നേഹം കൂടുമ്പോൾ ദേവകി എന്ന് വിളിക്കുന്നു യശോദയെ. അപ്പോൾ ദേവകി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദേവകി റാണിയല്ല, മധുരയിലെ ദേവകി റാണിയല്ല, മറിച്ച് വൃന്ദാവനത്തിലെ യശോദ റാണിയാണ് എന്നുള്ളതാണ് ഗൗഡി ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ വരിയിൽ പറയുന്നു യശോദ നന്ദൻ എന്നാണ് പറയുന്നത്. അതായത് ദേവകി നന്ദൻ എന്ന് പറയുന്നത് യശോദ നന്ദൻ തന്നെയാണ്. ഇനി മൂന്നാമത്തെ വരിയിൽ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇപ്പോൾ എല്ലാ വരിയിലും വൃന്ദാവനമായോ? ആയി. മധുര മാറി വൃന്ദാവനമായി. അതാണ് ഗൗഡിയ ആചാര്യന്മാരുടെ എക്സ്പ്ലനേഷൻ. ഇതിനുള്ള പ്രൂഫ് ശ്രീല ജീവ ഗോസ്വാമി പറയുന്നു. അദ്ദേഹം സന്ദർഭങ്ങളിൽ പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. അപ്പോൾ കൃഷ്ണൻ ദേവകി റാണിയുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യം കൃഷ്ണൻ വസുദേവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നു. നമ്മൾ പറയുന്നത് മധുരയിൽ നടക്കുന്ന ആ ജയിലിൽ നടക്കുന്ന കാര്യമാണ്. കൃഷ്ണൻ വസുദേവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നു. അതിനുശേഷം ദേവകി റാണിയുടെ ഉദരത്തിലേക്ക് പോകുന്നു. പിന്നെ പുറത്തേക്ക് പ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത്. അവിടെ സാധാരണ ഒരു സ്ത്രീ പ്രസവിക്കുന്ന പോലെയല്ല ദേവകി റാണിക്ക് സംഭവിച്ചിട്ടുള്ളത്. ഭഗവാൻ പുറത്ത് പ്രത്യക്ഷപ്പെടുന്നു, പുറത്തേക്ക് വരുന്നു. ഭഗവാന്റെ രൂപവും നമുക്കറിയാം. അദ്ദേഹം 4 കൈകളുള്ള രൂപത്തിലാണ് വരുന്നത്, നല്ല മുടിയെല്ലാമായിട്ട്. അതിനുശേഷം എല്ലാ ആഭരണങ്ങളൊക്കെ ധരിച്ച് അതിനുശേഷം അവരുടെ റിക്വസ്റ്റ് പ്രകാരം 2 കൈകളുള്ള കുട്ടിയായി മാറി. അപ്പോഴും ഈ ആഭരണങ്ങളുണ്ട്, മുടിയുണ്ട്, നല്ല ഭംഗിയിലാണ് ഭഗവാൻ കൃഷ്ണൻ വരുന്നത്. അപ്പോൾ ആ ഭഗവാൻ തീർച്ചയായിട്ടും അവരുടെ മകൻ തന്നെ. ആ മകനെ അപ്പോൾ പറയുന്നു ഇവിടെ ദേവിക റാണിക്കും വസുദേവർക്കും കുട്ടി ഉണ്ടായി, ഇല്ല എന്നല്ല, ഉണ്ടായി. ആ കൃഷ്ണൻ അവരുടെ ഭഗവാനെ കാണുമ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഭഗവാനാണെന്ന്. കാര്യം ആദ്യം 4 കൈകളോട് കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായി 2 പേർക്കും ഇത് ഭഗവാനാണ് എൻ്റെ മകനായിട്ട് വന്നിട്ടുള്ളതാണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടെ സ്തുതിയുണ്ട്. നമ്മൾ ദശമസ്കന്ധം പഠിക്കുമ്പോൾ കാണാം വസുദേവരും ദേവകി റാണിയും മാറി മാറി സ്തുതിക്കുന്നുണ്ട് ഭഗവാനെ. അതിനുശേഷം വസുദേവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, എന്നെ കൊണ്ടുപോകണം, വൃന്ദാവനത്തിൽ കൊണ്ടുപോകണം. എന്നിട്ട് അവിടെ യശോദ റാണി ഓൾറെഡി പ്രസവിച്ച് കിടക്കുന്നുണ്ട്. അവിടെ ഒരു പെൺകുട്ടിയാണ് ഉള്ളത്. ആ പെൺകുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരണം, എന്നെ അങ്ങോട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ആ നിർദ്ദേശപ്രകാരം വസുദേവർ കൃഷ്ണനെ കൊണ്ടുപോകുന്നു. ഈ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അതിമനോഹരമാണ്. പോകുന്ന കൂട്ടത്തിൽ അവിടെ ആനന്ദശേഷൻ വരുന്നു. ആനന്ദശേഷൻ വന്ന് അവിടെ കൊടയായി നിൽക്കുന്നു. മഴ പെയ്യുന്നു, ഇടിവെട്ടുന്നു, നമുക്കതെല്ലാം അറിയാം. യമുന ദേവി വഴി കൊടുക്കുന്നു. അങ്ങനെ അങ്ങനെ വസുദേവർ കൃഷ്ണനെ കൊണ്ടുപോകുന്നു. അവിടെ അദ്ദേഹം എത്തിയതിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഭാഗവതത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം കൃഷ്ണനെ അവിടെ വയ്ക്കുന്നു, അവിടെ നിന്ന് പെൺകുട്ടിയെ എടുക്കുന്നു. ഇത്രയേ ഭാഗവതം പറയുന്നുള്ളൂ. എന്നാൽ ശ്രീല ജീവ ഗോസ്വാമി അദ്ദേഹത്തിൻ്റെ സന്ദർഭങ്ങളിൽ, അതേപോലെ ഗോപാൽ ചമ്പുവിലൊക്കെ പറയുന്നുണ്ട് അവിടെ എന്താണ് ശരിക്കും സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ യശോദ റാണി 2 കുട്ടികളെ പ്രസവിക്കുന്നുണ്ട്. ഒന്ന് ദേവി യോഗമായ, ആ യോഗമായയാണ് വസുദേവർ കൊണ്ടുപോകുന്നത്. കൂട്ടത്തിൽ അവിടെ ഒരു ഭഗവാൻ കൃഷ്ണനും കൂടെ ജനിക്കുന്നുണ്ട്. അതായത് യശോദാനന്ദൻ ജനിക്കുന്നുണ്ട്.
ഈ യശോദാനന്ദൻ്റെ പ്രത്യേകത ശീലജീവ ഗോസ്വാമി പറയുന്നു, യശോദാനന്ദൻ ശരിക്കും ഗർഭത്തിൽ നിന്ന് വരുന്നു എന്നാണ് പറയുന്നത്. അതായത് കൃഷ്ണൻ ജനിച്ചതിന് ശേഷം പൊക്കിൾ മുറിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ആ ഗർഭത്തിന് പ്രസവിക്കാൻ സഹായിച്ചിട്ടുള്ള ആ ഒരു നേഴ്സ് അത് മുറിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും ഭഗവാൻ അവിടെ യശോദറാണിയുടെ ഗർഭത്തിൽ നിന്ന് പുറത്ത് സാധാരണ ഒരു സ്ത്രീ പ്രസവിക്കുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് ഭഗവാന്റെ ആവിർഭാവം. എവിടെ? വൃന്ദാവനത്തിൽ. മധുരയിൽ അങ്ങനെയല്ല. അദ്ദേഹം ഹൃദയത്തിൽ നിന്ന് പുറത്തു വരികയാണ് ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല, വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ രൂപം എങ്ങനെയായിരുന്നു നമുക്കറിയാം. ഇവിടെ സാധാരണ ഒരു കുട്ടി ജനിക്കുന്ന പോലെയാണ് കൃഷ്ണൻ ജനിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിയെ യശോദാനന്ദൻ അല്ലെങ്കിൽ നന്ദനന്ദൻ കൃഷ്ണനെ വസുദേവർ കാണുന്നില്ല. അദ്ദേഹം വസുദേവനന്ദൻ കൃഷ്ണൻ അല്ലെങ്കിൽ ദേവകി നന്ദൻ കൃഷ്ണനെ ഇവിടെ കൊണ്ടുവയ്ക്കാൻ വന്ന സമയത്ത് യശോദാനന്ദൻ കൃഷ്ണനെ കാണുന്നില്ല. പെൺകുട്ടിയെ മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ട് പെൺകുട്ടിയെ എടുക്കുന്നു, പോകുന്നു. സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടെ ശരിക്കും സംഭവിക്കുന്നത്, അവിടെ ഓൾറെഡി യശോദാനന്ദൻ കൃഷ്ണനുണ്ട്. യോഗമായയുടെ കവറിങ് കാരണം വസുദേവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, കാണുന്നില്ല. വസുദേവർ അവിടെ കൃഷ്ണനെ വെക്കുമ്പോൾ, വസുദേവരുടെ കൃഷ്ണൻ വെക്കുമ്പോൾ സംഭവിക്കുന്നത്, ശീലജീവ ഗോസ്വാമി പറയുന്നു, ഈ കൃഷ്ണൻ വസുദേവ കൃഷ്ണൻ യശോദാനന്ദൻ കൃഷ്ണനുമായിട്ട് അലിഞ്ഞു ചേരുന്നു, അല്ലെങ്കിൽ അവർ രണ്ടും ഒന്നാവുന്നു. അങ്ങനെയാണ് പിന്നെ ഒരു കൃഷ്ണനായിട്ടാണ് വൃന്ദാവനത്തിൽ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അസുരന്മാർ വരുമ്പോഴൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ, അസുരന്മാർ വൃന്ദാവനത്തിലേക്ക് വരുമ്പോൾ ആ അസുരന്മാരെ നിഗ്രഹിക്കുന്നത് വസുദേവൻ കൃഷ്ണനാണ് എന്നുള്ളത്. കാര്യം 2 കൃഷ്ണന്മാരുണ്ട് ഒരു ശരീരത്തിൽ. വസുദേവർ കൃഷ്ണൻ ക്ഷത്രിയ രക്തമുള്ള, അല്ലെങ്കിൽ വസുദേവരുടെ മകൻ കൃഷ്ണനാണ് അവിടെ, അല്ലെങ്കിൽ ദേവകി റാണിയുടെ വസുദേവരുടെ മകൻ കൃഷ്ണനാണ് ഈ പറയുന്ന അസുരന്മാരെ നിഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മുടെ നന്ദനന്ദൻ കൃഷ്ണൻ, യശോദാനന്ദൻ കൃഷ്ണൻ അത് സാധിക്കില്ല. നന്ദനന്ദൻ കൃഷ്ണൻ, യശോദാനന്ദൻ കൃഷ്ണൻ്റെ ഒരേ ഒരു ആക്ടിവിറ്റി എന്താണ്? കുറുമ്പ് കാണിക്കുക, വെണ്ണക്കെട്ട് കഴിക്കുക, ഇടിവെട്ടുന്ന സമയത്ത് ഓടിപ്പോയി അമ്മയുടെ സാരിയുടെ പുറകിൽ ഒളിക്കുക. ഇതൊക്കെയാണ് നന്ദനന്ദൻ കൃഷ്ണൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള നന്ദനന്ദൻ കൃഷ്ണൻ അല്ലെങ്കിൽ യശോദാനന്ദൻ കൃഷ്ണൻ എങ്ങനെ അസുരന്മാരെ നിഗ്രഹിക്കുന്നു? ഒന്ന് ചിന്തിച്ച് നോക്കൂ. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ കൂടെയുണ്ട്. അതേപോലെ വേറൊരു കാര്യം കൂടെ പറയുന്നു. ഇതിനൊരു പ്രൂഫായിട്ട് ശീലജീവ ഗോസ്വാമി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞു പൊക്കിൾ കണക്ഷൻ മുറിക്കുന്നത് അങ്ങനൊരു ചടങ്ങ് നടന്നു എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം പറയുന്നത്, യശോദറാണി ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് വെണ്ണ അതായത് വെണ്ണയിൽ മധുരമിട്ടത് മാഖൻ മിശ്രി എന്ന് പറയും. മാഖൻ മിശ്രി കഴിക്കാൻ ഒരുപാട് കഴിച്ചിരുന്നു. യശോദറാണിക്ക് മാഖൻ മിശ്രി കഴിക്കാൻ എപ്പോഴും തോന്നിയിരുന്നു. അങ്ങനെ ഒരുപാട് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് കഴിച്ചിട്ടുണ്ട്. എന്നാൽ പ്രസവിച്ചതിന് ശേഷം പിന്നീട് മാഖൻ മിശ്രി കഴിക്കാതെയായി. അപ്പോൾ ശീലജീവ ഗോസ്വാമി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു അനാലിസിസും കൂടെ അദ്ദേഹം പറയുന്നു. എന്നിട്ട് പറയുന്നു, എന്തുകൊണ്ട് യശോദറാണി ഗർഭിണിയായിരിക്കുന്ന സമയത്ത് മാഖൻ മിശ്രി കഴിച്ചിരുന്നു? കാരണം അതിനകത്തിരിക്കുന്ന ആള് മാഖൻ മിശ്രി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് യശോദറാണി കഴിച്ചത്. പുറത്തേക്ക് ആൾ വന്നപ്പോൾ പിന്നെ അദ്ദേഹം നേരിട്ടായി മാഖൻ മിശ്രി കഴിക്കൽ, അമ്മ കഴിക്കൽ നിർത്തി. അപ്പോൾ അതും ഒരു പ്രൂഫാണ് കൃഷ്ണൻ യശോദറാണിയുടെ വയറ്റിലുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ എക്സ്പ്ലനേഷൻ നമ്മുടെ ആചാര്യന്മാർ പറയുന്നുണ്ട്. സോ ഈ ഒരു ശ്ലോകത്തിന് അപ്പോൾ 2 അർത്ഥങ്ങളാണ്. ഒന്ന് ഡയറക്റ്റ് മീനിങ് നോക്കുവാണെങ്കിൽ വസുദേവരുടെയും ദേവകിയുടെയും മകൻ കൃഷ്ണൻ എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ജീവഗോസ്വാമിയും മറ്റുള്ള ആചാര്യന്മാരും ബലദേവ് വിദ്യാഭൂഷൺ അങ്ങനെ ഒരുപാട് ഗൗഡി ആചാര്യന്മാർ അതിനെ നമുക്ക് രണ്ടാമത്തെ അർത്ഥം അല്ലെങ്കിൽ വൃന്ദാവനവും ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു അർത്ഥം കൂടെ പറഞ്ഞു തരുന്നു. അപ്പോൾ ഇതെല്ലാം സത്യമാണ്, രണ്ടും സത്യമാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ, അപ്പോൾ ശരിക്കും യശോദറാണിയാണോ അമ്മ അല്ലെങ്കിൽ നന്ദബാബയാണോ? അപ്പോൾ ചോദിക്കുമ്പോൾ എന്നാൽ ദേവകി റാണി അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുമാണ്. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഗോലക വൃന്ദാവനത്തിൽ വൃന്ദാവനം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, മധുര എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, ദ്വാരകയുണ്ട്, എല്ലാം ഉണ്ട്.
അവിടെ വൃന്ദാവനത്തിൽ കൃഷ്ണൻ യശോദറാണിയുടെയും നന്ദബാബയുടെയും മകനാണ്. അതേപോലെ തന്നെ അവിടുത്തെ ആധ്യാത്മിക ലോകത്തിലെ മധുരയിൽ കൃഷ്ണൻ അല്ലെങ്കിൽ വസുദേവരും ദേവകിറാണിയും കൃഷ്ണൻ്റെ അമ്മയും അച്ഛനും തന്നെയാണ് അവിടെ. അവിടെ പക്ഷേ ഇങ്ങനെയുള്ളൊരു ലീല നടക്കുന്നതായിട്ട് ഇല്ല. ഇവിടെ ഈ ഭൗതിക ലോകത്തിൽ വന്നപ്പോൾ കംസനും അങ്ങനെയുള്ള ലീലകളൊക്കെ നടക്കുന്നത്. അവിടെ ശാശ്വതമായിട്ട് ഒരു പൊസിഷൻ ഉണ്ട് വസുദേവർക്കും ദേവകിറാണിക്കും. അതേപോലെ തന്നെ നന്ദബാബയ്ക്കും നന്ദഗോപർക്കും യശോദറാണിക്കും ഉണ്ട്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരിക്കലും വിചാരിക്കരുത്, അതായത് ഒരു കമ്പാരിസൺ, രണ്ടും രണ്ട് ഭാവത്തിലാണ്. ഇവിടെ ഐശ്വര്യഭാവത്തിലാണ് മകനെ കാണുന്നത്. മകനാണെങ്കിലും ഒരു ഐശ്വര്യം കലർന്നിട്ടുള്ള ഒരു വാത്സല്യമാണ്. എന്നാൽ ശുദ്ധമായിട്ടുള്ള വാത്സല്യഭാവം കാണുന്നത് വൃന്ദാവനത്തിൽ മാത്രമാണ്. അത് യശോദറാണിക്കും നന്ദബാബയ്ക്കും മാത്രമേ ഉള്ളൂ അതിനുള്ള, അല്ലെങ്കിൽ അവിടെയുള്ള പിന്നെ ഗോപസ്ത്രീകൾക്കും ഗോപന്മാരും ആ ഒരു ഭാവത്തിലാണ്. എന്നാൽ മധുരയിലേക്കും ദ്വാരകയിലേക്കും വരുമ്പോൾ അതിൽ ഐശ്വര്യം കലർന്നിട്ടുള്ള ഒരു ഭാവം ആണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ മനസ്സിലാക്കണം. ഇനി കേട്ടിട്ടുണ്ടാവും, വേറൊരു കാര്യം കൂടി കേട്ടിട്ടുണ്ടാവും. വസുദേവർക്കും ദേവകിക്കും കുട്ടിയുണ്ടാവുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് കൃഷ്ണൻ മകനായി ജനിക്കുന്നത്, അതിന് ഒരു റീസൺ പറയുന്നുണ്ട്. കഴിഞ്ഞ ജന്മങ്ങളിൽ അവർ ചെയ്തിട്ടുള്ള തപസ്യയുടെ ഫലമായിട്ടാണ് എന്നുള്ളത് കേട്ടിട്ടുണ്ടോ? പൃഷ്ണി, സുതപ, 2 വ്യക്തികളെക്കുറിച്ച്. പൃഷ്ണി, സുതപ അവർ ഒരുപാട് തപസ്യ ചെയ്തിട്ടുണ്ട്. പൃഷ്ണിക്കും സുതപ്പയ്ക്കും അവരുടെ തപസ്യയുടെ ഫലം കൊണ്ട് അവരുടെ ആഗ്രഹമായിരുന്നു കൃഷ്ണനെ പോലെ ഒരു മകൻ വേണമെന്നുള്ളത്, ഭഗവാനെ പോലെ ഒരു മകൻ വേണമെന്നുള്ളത്. ആ ഒരു ഉദ്ദേശത്തോടു കൂടി അവർ ഒരുപാട് യുഗങ്ങൾ തപസ്യ ചെയ്തു. അങ്ങനെ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു. അവരോട് പറയുന്നു, എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, ഞങ്ങൾക്ക് ഇതാണ് ആഗ്രഹം, അങ്ങേപോലെ ഒരു മകൻ ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്നു. അപ്പോൾ കൃഷ്ണൻ പറയുന്നു, എന്നെ പോലെ ഒരു മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ ആരുമില്ല, ഞാൻ തന്നെ മകനായിട്ട് വരാം എന്ന് പറയുന്നു. അങ്ങനെ ആ പൃഷ്ണി സുതപ്പയ്ക്ക് പൃഷ്ണി ഗർഭ എന്ന് പറയുന്ന മകനായിട്ട് കൃഷ്ണൻ അവിടെ അവതരിക്കുന്നുണ്ട്. ഇനി വേറെ യുഗത്തിൽ കശ്യപനും അദിതിക്കും, ഇതേ വ്യക്തികൾ തന്നെ കശ്യപനും അദിതിയുമായി വരുമ്പോൾ വാമനദേവനായിട്ട് വരുന്നു. പിന്നീട് ഇപ്പോൾ ദ്വാപര യുഗത്തിൽ വസുദേവർക്കും ദേവകിക്കും മകനായിട്ട് വരുന്നു. എന്നാൽ ഈ വസുദേവരും ദേവകിയും പൃഷ്ണിയുടെയും സുതപ്പയുടെയും എക്സ്പാൻഷൻ അല്ല, മറിച്ച് ഇവിടെ കൃഷ്ണൻ നേരിട്ട് ഇവിടെ അവതരിച്ചപ്പോൾ, 5000 വർഷങ്ങൾ മുമ്പ് അവതരിച്ചപ്പോൾ, നേരത്തെ പറഞ്ഞ പോലെ ഭഗവാൻ കൃഷ്ണൻ അവതരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാ പാർശ്വതരെയും കൊണ്ടുവരും. ആ കൂട്ടത്തിൽ മധുരലീലകൾ നടക്കുന്നുണ്ടല്ലോ, മധുരലീലകൾ നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ വസുദേവരെയും ദേവകിറാണിയും എവിടെ നിന്ന് കൊണ്ടിരുന്നു? ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് കൊണ്ടിരുന്നു. അതേപോലെ വൃന്ദാവനം യശോദറാണിയെയും നന്ദബാബയും അവിടെ നിന്നും ബാക്കിയുള്ള എല്ലാവരെയും കൊണ്ടുവരുന്നു. അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ പൃഷ്ണിയും സുതപ്പയും ആക്ച്വലി ഒറിജിനൽ വസുദേവരുടെയും ദേവകിയിലേക്കും അവരാണ് വന്ന് മെർജാവുന്നത്. അപ്പോൾ നേരെ തിരിച്ചല്ല. പലപ്പോഴും ഉണ്ടാകുന്ന കൺഫ്യൂഷനാണ്, പല ആളുകൾക്കുള്ള കൺഫ്യൂഷനാണ്. വസുദേവരും ദേവകിയും ഇതിനു മുമ്പുള്ള ജന്മങ്ങളിൽ തപസ്യ ചെയ്തിട്ടല്ലേ അവർക്ക് കൃഷ്ണൻ കുട്ടിയായി വന്നതെന്നുള്ളത്. ആക്ച്വലി അങ്ങനെയല്ല. അവർ ശാശ്വത ലോകത്ത്, അല്ലെങ്കിൽ ആത്മീയ ലോകത്ത്, അല്ലെങ്കിൽ ഗോലോക വൃന്ദാവനത്തിൽ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ഇതെല്ലാം വളരെ ക്ലാരിറ്റിയോടുകൂടി ആചാര്യന്മാർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇനി ശീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ എന്ത് പറയുന്നു നോക്കാം. പ്രഭുപാദി പറയുന്നു,
കൃഷ്ണൻ്റെ അവതാരത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച്. ഭഗവാൻ കൃഷ്ണൻ അവതരിക്കുമ്പോൾ മറ്റുള്ള അവതാരങ്ങളൊക്കെ ഭഗവാനിൽ വരുന്നു. ഇതാണ് സംഭവിക്കുന്നത് ആക്ച്വലി. കൃഷ്ണൻ കാര്യം എല്ലാ അവതാരങ്ങളുടെയും ഉത്ഭവം ഭഗവാനിൽ നിന്നാണ്, അല്ലെങ്കിൽ അവതാരി പുരുഷനാണ് കൃഷ്ണൻ. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ വരുമ്പോൾ എല്ലാ അവതാരങ്ങളും കൃഷ്ണനിലുണ്ട്. പിന്നീട് പ്രഭുപാദ് പറയുന്നു, ഭഗവാൻ കൃഷ്ണൻ്റെ പോലെ ഉള്ള അവതാരം വേറെ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ലീലകളൊക്കെ നടന്നിട്ടുള്ള വേറെ അവതാരമില്ല, അല്ലേ? ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അവതാരത്തിൽ ലീലകളുണ്ട്. ഈ ബാല്യലീലയൊന്നും വേറെ ഒരു അവതാരത്തിലും ഇല്ല. ഭഗവാൻ ശ്രീരാമൻ്റെ അവതാരത്തിൽ കുറച്ചുണ്ട് ബാല്യലീല, എന്നാൽ ഇത്രയുമില്ല. ഭഗവാൻ കൃഷ്ണനെ പോലെ, ഭഗവാൻ കൃഷ്ണൻ്റെ ലീലകൾ പോലെ വേറെ ഒരു അവതാരത്തിനുമില്ല, ഭഗവാന്റെ അവതാരങ്ങൾക്കുമില്ല. അതാണ് വളരെ വളരെ സ്പെഷ്യലാണ് ഈ ഒരു അവതാരമല്ല, അവതാരിയാണ്. എന്നാൽ അവതാരി പുരുഷൻ അവതാരമായിട്ട് വരുന്നു. അവതാരം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വേറെ ഒന്നുമല്ല, ആ ലോകത്തിൽ നിന്ന് ഈ ലോകത്തിലേക്ക് വരുന്നത് തന്നെയാണ് അവതാരം എന്ന് പറയുന്നത്. അതായത് ആത്മീയ ലോകത്തിൽ നിന്ന് ഭൗതിക ലോകത്തിലേക്ക് വരുമ്പോൾ അതിനെ അവതാരം എന്ന് പറയുന്നു. അത് ഭഗവാൻ കൃഷ്ണൻ നേരിട്ട് ഇവിടെ വന്നാലും അവതാരം എന്നുള്ളൊരു വാക്ക് അതിനെ ഉപയോഗിക്കുന്നു. അതിൻ്റെ അർത്ഥം അദ്ദേഹം വേറെ ആരുടെയും അവതാരമല്ല, അല്ലെങ്കിൽ വേറെ ആരുമല്ല അദ്ദേഹത്തിൻ്റെ സോഴ്സ്. ഭഗവാൻ അവതാരിയാണ്. ആ ഒരു കാര്യം, കൃഷ്ണൻ അവതാരി പുരുഷനാണ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ഇവിടെ ശിലപ്രഭാജി പറയുന്നു ഭാവാർത്ഥത്തിൽ, നന്ദമഹാരാജനും യശോദറാണിക്കും ഒരുപാട് ഭാഗ്യം കിട്ടി. കാര്യം കൃഷ്ണൻ്റെ കുട്ടിക്കാലത്തെ ലീലകളൊക്കെ കാണുവാനൊക്കെ സാധിച്ചു. എന്നാൽ അതേപോലെ സാധിച്ചില്ല വസുദേവർക്കും ദേവകി റാണിക്കും. അത് നമുക്കറിയാം, അല്ലേ? അവർക്ക് കൃഷ്ണനെ കാണുന്നത് 10 വയസ്സിന് ശേഷമാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് കാണുന്നത്. കൗമാര ലീലകളും അതേപോലെ പൗഗണ്ഡ ലീലകളൊക്കെ അവർക്ക് മിസ്സായി, അവർക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതിനുശേഷമാണ് വസുദേവരും ദേവകിക്കും കൃഷ്ണനെ കാണുന്നതും, അല്ലെങ്കിൽ ഭഗവാനെ, അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ആ ഒരു സാമീപ്യം കിട്ടുന്നത്, അല്ലേ? അത് നമുക്കറിയാം. അപ്പോൾ ഇവിടെ പ്രഭുപാദ് പറയുന്നു, യശോദറാണിയും നന്ദഭാബിയും ഒരുപാട് ഭാഗ്യം ചെയ്തിട്ടുള്ളതാണെന്ന്. അതുതന്നെയാണ് കുന്തി മഹാറാണിയുടെ പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നത്. ആദ്യം വസുദേവരെക്കുറിച്ച് പറഞ്ഞു, പിന്നെ ദേവകിയെക്കുറിച്ച്. ആ ഹൈറാർക്കിയും കൂടെ നോക്കണം. കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ സഹോദരൻ വസുദേവർ ഭാഗ്യം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. എന്നാൽ വസുദേവരെക്കാൾ ഭാഗ്യം ചെയ്തിട്ടുണ്ട് ദേവകി റാണി. കാരണം എന്താണെന്ന് വെച്ചാൽ ദേവകി റാണിയുടെ വയറ്റിൽ കൃഷ്ണൻ വന്നു, ഉദരത്തിൽ വന്നു. ഇനി അതിനേക്കാൾ ഭാഗ്യം ചെയ്തിട്ടുണ്ട് നന്ദഗോപർക്ക് എന്ന് പറഞ്ഞു. യശോദറാണിയുടെ കാര്യം അവിടെ തൽക്കാലം ഒന്ന് അവിടെ സൈലൻ്റ് ആക്കി. കാര്യം യശോദറാണിയെക്കുറിച്ച് വേറൊരു ശ്ലോകത്തിൽ യശോദറാണിയെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ആ ശ്ലോകത്തിൻ്റെ ഒരു ഫ്ലോ. ഓക്കെ, പിന്നെ ഒരു ശ്ലോകം കൂടെ നമുക്ക് നോക്കാം. 22 വളരെ ഫേമസ് ആയിട്ടുള്ള ശ്ലോകമാണ് 22ാമത്തെ ശ്ലോകവും. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. ഓക്കെ, വിദ്യ മാതാജി. ഓക്കെ, വിദ്യ മാതാജി ഇല്ല. വിദ്യ ഗിരീഷ് മാതാജി. ഓക്കെ, സോറി, ഞാൻ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ക്ഷമിക്കണം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ രാമ. ഓക്കെ, ഇനി നോക്കൂ വിദ്യ മാതാജി. ശ്രീകൃഷ്ണ പ്രഭുജി, ശ്ലോകം 22. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. താമര പോലെയുള്ള നാഭിയുള്ളവനും സദാ താമര പൂമാലകളാൽ അലങ്കരിക്കപ്പെട്ടവനും താമരപ്പൂവ് പോലെ ശീതളമായ കടാക്ഷത്തോടു കൂടിയവനും പാദങ്ങളിൽ പങ്കജമുദ്രണമുള്ളവനുമായ ഭഗവാനെ, അങ്ങേക്ക് എന്റെ ആദരപൂർവമായ പ്രണാമങ്ങൾ. ഹരേ കൃഷ്ണ പ്രഭുജി. നമ പങ്കജ നാഭായ, ഭഗവാന്റെ നാഭിയാണ് ആദ്യം ഇവിടെ സ്തുതിക്കുന്നത്. ആ നാഭിയുടെ മുമ്പിൽ പങ്കജം പോലുള്ള
നാഭിയുടെ മുമ്പിൽ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് പറയുന്നു നമ്മ പങ്കജമാലിനെ, കഴുത്തിലുള്ള മാലയെക്കുറിച്ച്. അതായത് മനോഹരമായിട്ടുള്ള ഹാരം അദ്ദേഹത്തിൻ്റെ കഴുത്തിലുണ്ട്. അത് പങ്കജം കൊണ്ടുള്ള പങ്കജമാലിനെ. ഇനി പങ്കജനേത്രായ, ഭഗവാന്റെ നേത്രങ്ങൾ എപ്പോഴും ഉപമ ചെയ്യുന്നത് പങ്കജം പോലെയാണെന്നുള്ളതാണ് അല്ലേ. അതേപോലെ നമസ്തേ പങ്കജാംഗരെ, അദ്ദേഹത്തിൻ്റെ തൃപ്പാദങ്ങളെക്കുറിച്ച്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലോ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് നാഭായ മാലിനേ നേത്രായ പങ്കജാംഗരെ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ശീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറും ആചാര്യന്മാരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലി പറയുവാണെങ്കിൽ ഇതിനു മുമ്പുള്ള ശ്ലോകങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമസ്തേ എന്ന് പറഞ്ഞിട്ടാണ് കുന്തി മഹാറാണി തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ഐശ്വര്യ ഭാവം നമ്മൾ കാണുന്നു, ഒരു ദാസ്യഭാവം കാണുന്നു. എന്നാൽ ഇവിടെ പങ്കജാംഗരയെ എന്നുള്ളത് ഏറ്റവും അവസാനമാണ് പറയുന്നത്. എന്നാൽ പങ്കജനാഭായ എന്നാണ് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആചാര്യന്മാർ പറയുന്നത്, കുന്തി മഹാറാണിയുടെ മനസ്സിൽ ഒരു വാത്സല്യ ഭാവമുണ്ട്, അമ്മ എന്നുള്ളൊരു ഭാവമുണ്ട് കൃഷ്ണനോട്. കൃഷ്ണൻ്റെ അമ്മയാണ് എന്നുള്ളൊരു ഭാവമുണ്ട്. അതുകൊണ്ടാണ് ആദ്യം നാഭിയെക്കുറിച്ച് പറയുന്നത്. അല്ലാതെ പങ്കജാംഗരയെന്ന് പറഞ്ഞില്ല. നാഭി എന്ന് പറയുമ്പോൾ അമ്മമാരുമായിട്ടുള്ളൊരു കണക്ഷൻ വരുന്ന സ്ഥലമാണ് അല്ലേ നാഭി. അപ്പോൾ ആദ്യം തന്നെ പങ്കജനാഭായ എന്ന് പറഞ്ഞ് മകൻ, അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ സ്ഥാനത്തിലുള്ള കൃഷ്ണൻ എന്നുള്ളൊരു ആ ഒരു മാതൃഭാവത്തിൽ അല്ലെങ്കിൽ ഒരു വാത്സല്യഭാവം അവിടെ വരുന്നു. അങ്ങനെയാണ്, അതുകൊണ്ടാണ് പങ്കജനാഭായ എന്ന് ആദ്യം പറയുന്നത് എന്ന് ആചാര്യന്മാർ പറയുന്നു. അതിനുശേഷം മാലിനെ എന്ന് പറയുന്നു, നേത്രായ പറഞ്ഞു, അവസാനമാണ് പങ്കജാംഗരയെ പറയുന്നത്. അപ്പോൾ തുടങ്ങുമ്പോൾ കുന്തി മഹാറാണി ആ വാത്സല്യഭാവത്തോടു കൂടി മകൻ എന്നുള്ളൊരു ഭാവത്തിൽ, എന്നാൽ നമഹ എന്ന് പറയുന്നുണ്ട്, എന്നാലും ആ ഒരു മദർലി ഒരു എഫെക്ഷനുണ്ട്, പൊസിഷനുണ്ട്. ആ പൊസിഷൻ വെച്ചുകൊണ്ടാണ് പറയുന്നത്. എന്നാൽ അവസാനത്തോടു കൂടിയാകുമ്പോൾ അപ്പോഴേക്കും ആ ഐശ്വര്യഭാവം കൂടുതൽ വരുന്നു. അവിടെ കാലുകൾ, പാദങ്ങളെക്കുറിച്ച് പറയുന്നു. ആക്ച്വലി അമ്മമാരൊരിക്കലും കുട്ടികളുടെ പാദങ്ങൾ തൊടില്ല അല്ലേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമ്പ്രദായം നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഇവിടെ കുന്തി മഹാറാണി ആചാര്യന്മാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കുന്തി മഹാറാണിക്ക് അതായത് കുന്തി മഹാറാണി ചിന്തിക്കുകയാണ്, ഞാൻ ആദ്യം തന്നെ എനിക്കറിയാം ഭഗവാനാണ് അദ്ദേഹം എന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് ആദ്യം ഞാൻ സ്തുതിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഭഗവാൻ കൃഷ്ണൻ അതത്ര സുഖം ഉണ്ടാവില്ല. കാര്യം എന്നെ അമ്മയായിട്ടാണ് കൃഷ്ണൻ കാണുന്നത്. അങ്ങനെയുള്ള അമ്മയുടെ സ്ഥാനത്തിലുള്ള ഞാൻ കാലുകൾ, തൃപ്പാദങ്ങൾ മുതൽ ഞാൻ സ്തുതിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഒരുപക്ഷെ ഇഷ്ടമാവില്ല, അല്ലെങ്കിൽ അത് കംഫർട്ടബിൾ ആവില്ല കൃഷ്ണൻ. അതുകൊണ്ട് ഞാൻ നാഭി മുതൽ തുടങ്ങാം എന്നുള്ളൊരു ഭാവത്തിലാണ് ഇങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ നാം ആദ്യം തന്നെ പങ്കജാംഗരയെന്ന് പറയാമായിരുന്നു വേണമെങ്കിൽ. ആ പൊസിഷൻ വെച്ച്, ഭഗവാന്റെ പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നു, നമ്മളെപ്പോലുള്ള ബദ്ധാത്മാക്കൾ നമ്മൾ ഭഗവാനെ കാണുന്നത് പാദങ്ങൾ മുതൽ മുകളിലോട്ടാണ്, അല്ലാതെ മുകളിൽ നിന്ന് താഴോട്ടല്ല എന്നുള്ളത്. കാര്യം നമുക്കതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല. കുന്തി മഹാറാണിക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്. മാത്രമല്ല അമ്മയുടെ സ്ഥാനവും ഉണ്ട്. അതുകൊണ്ട് കൃഷ്ണന് ചിലപ്പോൾ ഒരു പക്ഷേ അത് കംഫർട്ടബിൾ ആയിരിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് കുന്തി ദേവി നാഭി മുതൽ തുടങ്ങുന്നത്. പിന്നീട് പ്രഭുപാദ് ഇവിടെ അതാണ് ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം. ശീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഭഗവാൻ കൃഷ്ണൻ്റെ ശരീരത്തിൽ, അതായത് ഒരുപാട് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരുപാട് ചിഹ്നങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തൃപ്പാദങ്ങളിലുണ്ട്. തൃപ്പാദങ്ങളിലെ ചിഹ്നങ്ങളെക്കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം, ഇപ്പോൾ സമയമില്ല. അപ്പോൾ ഭഗവാന്റെ ആത്മീയ ശരീരം, ഭഗവാന്റെ ശരീരം വളരെ സ്പെഷ്യലാണ്, വളരെ വളരെ സ്പെഷ്യലാണ്. അപ്പോൾ എന്തായിട്ടും ഉപമിക്കാൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ ഈ ഭൗതിക ലോകത്തിൽ ഏറ്റവും ഭംഗിയുള്ള പുഷ്പങ്ങൾ എടുക്കുമ്പോൾ അതിൽ താമരയുടെ സ്ഥാനമാണ് ഏറ്റവും മുകളിൽ വരുന്നത്. ഇന്നത്തെ കാലത്ത് കിട്ടുന്ന താമരയെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ഇന്നത്തെ കാലത്ത് കിട്ടുന്ന താമര അതിന് നല്ല സുഗന്ധവും ഇല്ല, കാണാനും അത്ര ഭംഗിയൊന്നുമില്ല. എന്നാൽ ഒറിജിനൽ താമരയെക്കുറിച്ച് പറയുമ്പോൾ ഒറിജിനൽ താമരയ്ക്ക് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ നമ്മളിത് ശാസ്ത്രങ്ങളിലുടനീളം കാണാം. കമ്പാരിസൺ ചെയ്യുമ്പോൾ താമരയായിട്ടും
കമ്പയർ ചെയ്യുന്നത് കാണാം. അതേപോലെ ഭംഗിയെക്കുറിച്ച് പറയുമ്പോൾ ചന്ദ്രനായിട്ട് ഉപമിക്കുന്നത് കാണാം അല്ലേ. അപ്പോൾ ചന്ദ്രനും വളരെ ഭംഗിയുള്ളതാണ്. അതേപോലെ താമരയും ഒരുപാട് ഭംഗിയുള്ളതാണ്. നമുക്ക് ഈ ലോകത്തിലിരിക്കുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആയിട്ടാണ് പറയുന്നത്. അതായത് ഇവിടെയുള്ള ഏറ്റവും ഭംഗിയുള്ള പുഷ്പം എന്ന് പറയുമ്പോൾ താമരയാണ്, അതുകൊണ്ട് താമരയോട് ഉപമിക്കുന്നു. അതേപോലെ ചന്ദ്രൻ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലേ, വളരെ വളരെ സ്പെഷ്യലാണ്. അപ്പോൾ ചന്ദ്രൻ്റെ ആ ഒരു ഭംഗിയെയും ഉപമിക്കാറുണ്ട് പലപ്പോഴും ആചാര്യന്മാരും, അതേപോലെ നമ്മൾ ശാസ്ത്രങ്ങളിൽ കാണാൻ സാധിക്കും. ഇവിടെ പ്രഭുപാദ് പറയുന്നു, ഭാവാർത്ഥത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നീട് അദ്ദേഹം അർച്ചവിഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നു. അതായത് അധികം ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, ഈ കനിഷ്ഠാധികാരികൾക്ക് ശാസ്ത്രങ്ങളിൽ വിശ്വാസമില്ല, ഭക്തരിൽ വിശ്വാസമില്ല. അവരുടെ ആകെയുള്ള ഒരു ചെറിയൊരു വിശ്വാസം, കുറച്ച് വിശ്വാസം അവർക്കുള്ളൂ. ആ വിശ്വാസം എന്താണ്? അമ്പലത്തിലുള്ള അർച്ചവിഗ്രഹങ്ങളാണ്. അതിനപ്പുറത്തേക്ക് അവർക്ക് വിശ്വാസമൊന്നുമില്ല. അപ്പോൾ ഈ അർച്ചവിഗ്രഹങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പ്രഭുപാദ് ഇവിടെ പറയുന്നു. എന്നാൽ അങ്ങനെയുള്ളവർക്ക് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചും എല്ലാവർക്കും, സാധന ഭക്തി ചെയ്യുന്നവർക്ക് അർച്ചവിഗ്രഹങ്ങൾ ആരാധന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രീല രൂപ ഗോസ്വാമി 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിഗ്രഹാരാധനയെക്കുറിച്ച് പറയുന്നുണ്ട്. നാമജപം, ഭാഗവത പഠനം, ശ്രീമൂർത്തി വിഗ്രഹ സേവ പറയുന്നു, സത്സംഗം, ധാംവാസ്, 5 കാര്യങ്ങളാണ് പറയുന്നത്. ഈ 5 കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് ഓരോ സാധകരും സാധന ഭക്തി ചെയ്യുന്നവർ ഫോളോ ചെയ്യേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൽ അർച്ചവിഗ്രഹം വരുന്നുണ്ട്. അപ്പോൾ അർച്ചവിഗ്രഹത്തെക്കുറിച്ച്, അപ്പോൾ അത് കനിഷ്ഠർക്ക് മാത്രമല്ല, ഏത് പൊസിഷനിലിരിക്കുന്ന ആൾക്കാർക്കും അർച്ചവിഗ്രഹം ആരാധന ആവശ്യമാണ്, അല്ലെങ്കിൽ അത് വളരെ വളരെ അത്യാവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഭഗവാനെ കാണുവാനോ നമ്മുടെ ഈ ഒരു ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് കാണുവാനോ സാധിക്കുന്നില്ല. അർച്ചവിഗ്രഹ രൂപത്തിൽ ഭഗവാൻ ആക്ച്വലി അവതരിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാന്റെ അവതാരമാണ് അർച്ചവിഗ്രഹം. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ശരിയായിട്ടുള്ള രീതിയിൽ പ്രാണപ്രതിഷ്ഠ ചെയ്തിട്ടുള്ള, ശരിയായിട്ടുള്ള രീതിയിൽ ആരാധന ചെയ്യുന്ന വിഗ്രഹങ്ങൾ ഭഗവാനുണ്ട്, സംശയമില്ല അതിന്. സാക്ഷി ഗോപാലിൻ്റെ പുറകിൽ ഭഗവാൻ നടന്നിട്ടുണ്ട്. സാക്ഷി ഗോപാലിൻ്റെ കഥ അറിയാം. സാക്ഷി പറയാൻ വേണ്ടി ഗോപാൽ ആ ബ്രാഹ്മണൻ്റെ പുറകിൽ നടക്കുന്നു അല്ലേ. അപ്പോൾ അതിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം, അർച്ചവിഗ്രഹം വെറുമൊരു ബിംബമല്ല, അല്ലെങ്കിൽ വെറുമൊരു പ്രതിമയല്ല, മറിച്ച് ഭഗവാൻ തന്നെയാണ് എന്നുള്ളത്. നമ്മൾ പിന്നീട് പ്രഭുപാദ് പറയുന്നു ശ്ലോകത്തിൽ ദർശനത്തിനെക്കുറിച്ച്. അതായത് ഭഗവാന്റെ ദർശനം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഭഗവാൻ എങ്ങനെയാണ് നമ്മൾ ദർശനം എടുക്കേണ്ടത് എന്നുള്ളത്. ആദ്യം അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ മുതലാണ് മുകളിലോട്ടാണ് പോകേണ്ടത്. ആദ്യം തന്നെ ഭഗവാന്റെ മുഖം തൊട്ട് താഴോട്ടല്ല, അതല്ല അതിൻ്റെ രീതി എന്നാണ് പറയുന്നത്. നമ്മളെപ്പോലുള്ള ആളുകൾക്ക് പ്രത്യേകിച്ചും അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട്. പക്ഷെ നമ്മളെപ്പോഴും ഒരുപക്ഷെ ഭഗവാന്റെ ആ സൗന്ദര്യത്തിൽ നമ്മൾ എല്ലാം മറന്ന് ആദ്യം തന്നെ മുഖം ചിലപ്പോൾ ഒരുപക്ഷെ നോക്കുന്നുണ്ടാവും. എന്നാൽ അതല്ല അതിൻ്റെ രീതി എന്ന് ഇവിടെ പ്രഭുപാദ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളെപ്പോലുള്ള ബദ്ധാത്മാക്കൾ, അല്ലെങ്കിൽ ഇനിയും ശുദ്ധമാവാനുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. ശുദ്ധരായിട്ടില്ല. അപ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ശരിക്കും വേണ്ടത് ഭഗവാന്റെ തൃപ്പാദങ്ങൾ മുതൽ മുകളിലോട്ടാണ് അദ്ദേഹത്തെ നോക്കേണ്ടത് എന്നാണ് പറയുന്നത്. വിഗ്രഹങ്ങൾ, നമ്മൾ ശ്രീമൂർത്തി വിഗ്രഹങ്ങളെ കാണുമ്പോൾ അങ്ങനെയാണ് ദർശനം എടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരാം, ഭഗവാന്റെ ദർശനം എടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ദർശനം എടുക്കുക? ദർശനം നമ്മൾ പറയും, അമ്പലത്തിൽ പോകുന്നു, ദർശനം കിട്ടി എന്ന് നമ്മൾ ജനറലി പറയും അല്ലേ. അതിൻ്റെ അർത്ഥം എന്താണ് ഒന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ആക്ച്വലി നമ്മൾ അവിടെ അമ്പലത്തിലേക്ക് പോകുന്നത്, നമ്മൾ പറയും ഭഗവാനെ കാണാൻ ഞാൻ പോകുന്നു, ദർശനത്തിന് വേണ്ടി പോകുന്നു. ഇതാണ് നോർമലി നമ്മളെല്ലാവരും പറയുന്നത്. പക്ഷേ സംഭവിക്കുന്നത് അതാണോ എന്ന് ചോദിച്ചാൽ അതല്ല. നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ എന്താ പറയുക? ഞാൻ ഡോക്ടറിനെ കാണാൻ പോകുന്നു എന്ന് പറയും. അത്രേ പറയുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ അവിടെ പോയി ഡോക്ടറിനെ പരിശോധിക്കുകയാണോ ചെയ്യുന്നത്, അതോ ഡോക്ടർ നമ്മളെ പരിശോധിക്കുകയാണോ ചെയ്യുന്നത്? നമ്മൾ പറയുമ്പോൾ പറയും ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയി
അല്ലെങ്കിൽ ഡോക്ടറുടെ അടുത്തേക്ക് പോവുകയാണ് എന്ന് പറയും. പക്ഷെ സംഭവിക്കുന്നത് നമ്മളവിടെ പോയി ഡോക്ടറിനെ, നമ്മൾ സ്റ്റെതസ്കോപ്പ് എല്ലാം എടുത്ത് ഡോക്ടറിനെ പരിശോധിക്കുന്നു. അല്ല, ഡോക്ടർ നമ്മളെ പരിശോധിക്കും. പക്ഷെ പറയുമ്പോൾ ഡോക്ടറെ കാണാൻ പോയി എന്നാണ് പറയുക. അതേപോലെ തന്നെയാണ് അമ്പലത്തിൽ പോയി എന്ന് പറയുമ്പോൾ, അമ്പലത്തിൽ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഭഗവാനെ കാണാനല്ല പോകുന്നത്. ശരിക്കും നമ്മൾ കാണാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവും. അവിടെ പോയാൽ സംഭവിക്കുന്നത് നമുക്ക് ഭഗവാനെ ശരിക്കും ആ ഒരു ഭാവത്തിൽ, അല്ലെങ്കിൽ ആ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ, അവിടെ നിൽക്കുന്ന മൂർത്തിയെ ഭഗവാനായിട്ട് നമുക്ക് എത്ര പേർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്? എത്ര പേർക്ക് ആ ഒരു റിയലൈസേഷൻ ഉണ്ട് ശരിക്കും ഭഗവാനാണോ എന്ന്? വളരെ അറിയില്ല. ചില ഭക്തർക്കുണ്ടാവും, എന്നാൽ വളരെ കുറവാണ്. ചില സമയത്ത് നമുക്ക് തോന്നുമായിരിക്കും, ചില സമയത്ത് തോന്നില്ല. കാര്യം അതും ഫ്ലക്ച്വേറ്റിംഗ് ആണ്. കാര്യം അത് ശരിക്കും അത് ഭഗവാനാണ് എന്നുള്ളൊരു ഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മൾ അമ്പലത്തിൽ പോയി ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യില്ല. അങ്ങനെ ഒരു വ്യക്തി ശരിക്കും മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഭാവം നിൽക്കുന്നുണ്ട്, അത് നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ പല കാര്യങ്ങളും, ആദ്യം പോയി പ്രാർത്ഥിക്കുന്നു, അതിനുശേഷം കുറേ ആരെങ്കിലും കണ്ട് സംസാരിക്കുന്നു, ഇടയ്ക്ക് ഫോൺ എടുക്കുന്നു, ഇടയ്ക്ക് എന്തെങ്കിലും ആളുകളായിട്ട് സംസാരിക്കുകയാണെങ്കിൽ, ഭക്തരായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നോർമലി സംസാരിക്കുന്നു. ചില സമയത്ത് നമ്മൾ അങ്ങനെ ഒരു വ്യക്തി ശരിക്കും ആ ഒരു ഭാവം ഉണ്ടെങ്കിൽ അതൊന്നും നമ്മൾ ചെയ്യില്ല അവിടെ വെച്ച്. ഇനി വീട്ടിലുള്ള കാര്യം നോക്കുകയാണെങ്കിൽ, വീട്ടിൽ നമ്മൾ ഭഗവാനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ അവിടെയും ഭഗവാൻ ഉണ്ടെങ്കിൽ, ഭഗവാന്റെ മുമ്പിൽ ആ ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ ശബ്ദം വയ്ക്കില്ല, ശബ്ദമുയർത്തി സംസാരിക്കില്ല, അല്ലെങ്കിൽ ദേഷ്യപ്പെടില്ല, വേറെ ഫോൺ ഉപയോഗിക്കില്ല, അങ്ങനെ എന്തെങ്കിലും. പക്ഷേ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. കാര്യം അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു ഭാവം, ഒരു ഫെയ്ത്ത് അല്ലെങ്കിൽ ഒരു വിശ്വാസം നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. ചില സമയത്ത് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നമ്മൾ കാണുന്നു, അദ്ദേഹത്തെ ഭഗവാനായിട്ട് കാണുന്നു. അല്ലാത്ത സമയത്ത് ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല നമ്മൾ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ശരിക്കും ദർശനം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ നമ്മളല്ല കാണുന്നത്, അദ്ദേഹം നമ്മളെയാണ് കാണുന്നത്. ഡോക്ടറെ കാണാൻ പോയി എന്ന് പറയുന്ന പോലെ. അപ്പോൾ അവിടെ പോകുമ്പോൾ ശരിക്കും ഭഗവാന്റെ ആ മഹാകൃപ നമ്മളിൽ പതിയുകയാണ് ചെയ്യുന്നത്. ഭഗവാന്റെ ആ ഒരു ദൃഷ്ടി നമ്മളിൽ പതിയുമ്പോൾ നമ്മളിൽ പരിവർത്തനം ഉണ്ടാവും. അങ്ങനെയാണ് നമ്മുടെ ശുദ്ധീകരണം നടക്കുന്നത്. ഭഗവാന്റെ ദർശനം കിട്ടുമ്പോൾ നമുക്ക് പറയൂലോ, ഒരുപാട് മനസ്സിന് സന്തോഷം തോന്നുന്നു, അതായത് നമുക്കൊരു ശുദ്ധീകരണം നടക്കുന്നുണ്ട് എന്നുള്ള ഫീലിങ്സൊക്കെ നമുക്ക് കിട്ടുമായിരിക്കാം. ആ ഫീലിങ്സൊക്കെ സംഭവിക്കുന്നത് അദ്ദേഹം നമ്മളെ കാണുന്നതുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തെ കാണുവാൻ, അദ്ദേഹത്തിന് ശരിക്കും നമ്മളെ കാണുവാൻ അവിടെ പോയി നിൽക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കുക, ഭഗവാന്റെ ആ ഒരു കൃപാദൃഷ്ടി എന്നിൽ പതിയണമേ, ആ കൃപാദൃഷ്ടിയിൽ എൻ്റെ ശുദ്ധീകരണം നടക്കുവാൻ അതേ ഉള്ളൊരു മാർഗം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. അങ്ങനെ സംഭവിക്കാം. അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പറയുന്നു. ഈ ഒരു ശ്ലോകത്തിലും ഭാവാർത്ഥമായിട്ട് ഇതെല്ലാമാണ് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓർക്കേണ്ട കാര്യങ്ങൾ. കുന്തി മഹാറാണി വളരെ മനോഹരമായിട്ട് ഭഗവാനെ സ്തുതിക്കുന്നു. ഈ സ്തുതികളെല്ലാം നമുക്ക് ഓരോരുത്തർക്കും ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കാവുന്ന സ്തുതികളാണ് ഈ പ്രാർത്ഥനകളെല്ലാം. അപ്പോൾ നമ്മൾ വളരെ ആത്മാർത്ഥതയോടുകൂടി ഇതെല്ലാം കേൾക്കുവാനും മനസ്സിലാക്കുവാനും അത് ഉപയോഗിക്കുവാനും, അല്ലെങ്കിൽ അത് നമുക്ക് എവിടെയെങ്കിലും, അല്ലെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ ചൊല്ലുവാനും, ശ്ലോകങ്ങൾ ചൊല്ലുവാനും, അല്ലെങ്കിൽ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട്, ആ ഒരു ഭാവം മനസ്സിലാക്കിക്കൊണ്ട്, കുന്തി മഹാറാണിയുടെ ഭാവം മനസ്സിലാക്കിക്കൊണ്ട്, അതേപോലെ തന്നെ ആചാര്യന്മാരുടെ എക്സ്പ്ലനേഷൻ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്ന ശ്ലോകം, ആ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ നല്ലതായിരിക്കും. ഓക്കെ, അവിടെ അവസാനിപ്പിക്കുന്നു. ശ്രീല പ്രഭുപാദ കി ജയ്, ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ്, കുന്തി സ്തുതി കി ജയ്, കുന്തി മഹാറാണി കി ജയ്, ഗൗഡിയ ഗുരുവൃന്ദ കി ജയ്, നിതായ് ഗൗര പ്രേമാനന്ദേ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. യെസ് പ്രഭുജി, ഈ സുധബേ ഭസ്മീകർപ്പനും ആയിട്ടുള്ള അവതാരം വരുന്നത് ശരിക്കും സത്യയുഗത്തിലാണോ?
ഓ, യുഗം അറിയില്ല പ്രഭു എനിക്ക്, ഏത് യുഗത്തിലാണെന്നുള്ളത്. ഈ ഹരേ ഈ കൃഷ്ണ പ്രഭു. ഈ ഈ ഈ കൽപ്പത്തിലാണോ ഇതിനു മുമ്പുള്ള കൽപ്പത്തിലാണോ അതൊന്നും ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. എന്നാൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. യെസ്. ഹരേ കൃഷ്ണ ബഹുജി. അപ്പോ കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധത്തിനുള്ള കൃഷ്ണൻ വസുദേവ കൃഷ്ണനാണോ ബഹുജി? രണ്ട് കൃഷ്ണന്റെ കാര്യം ഇപ്പൊ പറഞ്ഞത് കൊണ്ടാ ചോദിച്ചത്. ഇതെല്ലാം നമുക്ക് അതായത് ഇങ്ങനെയുള്ളതൊക്കെ ലിറ്ററലി നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാളും നല്ലത് അത് ഒരു ഭാവമാണ് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ. പക്ഷേ ആക്ച്വലി ഓഫ് കോഴ്സ് നമ്മൾ പറയുമ്പോൾ വൃന്ദാവനത്തിലെ കൃഷ്ണൻ വൃന്ദാവനം വിട്ടു പോകുന്നില്ല എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. എന്നാൽ അവിടെയുള്ളവർക്ക് വൃന്ദാവനത്തിലുള്ള കൃഷ്ണനെ കാണുന്നില്ല, അവർ വിരഹത്തിലാണ് ഇരിക്കുന്നത്. എന്നാൽ കൃഷ്ണൻ വിട്ടു പോകുന്നില്ല എന്ന് നമ്മുടെ ആചാര്യന്മാർ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം കൃഷ്ണൻ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അപ്രകടമായിട്ട് ഉണ്ട്. എന്നാൽ പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പുറത്ത് പോകുന്നതും നമ്മൾ കാണുന്നുണ്ട്. അതായത് പോയി ദ്വാരകയിലേക്കും മധുരയിലേക്കും പോകുന്നത്. അപ്പോൾ ഇതെല്ലാം സത്യമാണ്. ഇപ്പോൾ കുരുക്ഷേത്ര യുദ്ധം ചെയ്യുമ്പോൾ അത് അവിടെ ഏത് കൃഷ്ണനായിരുന്നു എന്നുള്ളതിൽ രണ്ടുമാവാം, രണ്ടുപേരും കൂടിയിട്ടാവാം, അല്ലെങ്കിൽ വസുദേവൻ കൃഷ്ണൻ മാത്രമാവാം. അത് എങ്ങനെ നമുക്കത് തിരിച്ച് പറയാൻ പറ്റുന്നു? അപ്പോൾ ആ ഒരു രീതിയിലല്ല നമ്മളിതിനെ കാണേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ കാര്യം നമ്മുടെ ചിന്തയ്ക്കപ്പുറത്താണ് ഇതെല്ലാം നമ്മുടെ ചിന്തയ്ക്കപ്പുറത്തായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആവാതിരിക്കാം. അപ്പോൾ അതിൽ നമ്മൾ ഊഹാപോഹങ്ങൾ നടത്തേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക്. അതുകൊണ്ട് കൃഷ്ണൻ ഏത് കൃഷ്ണനാണെങ്കിലും ഭഗവാൻ കൃഷ്ണനാണ് എന്ന് മനസ്സിലാക്കുക. അതാണ് എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഒരു അവസരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഓക്കെ, എന്നാലും അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ, അങ്ങനെ ഒരു കാര്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ പറയുമ്പോൾ അതാണ്, അപ്പോൾ കൃഷ്ണനെ കാണുന്നില്ലല്ലോ വൃന്ദാവനത്തിൽ, അപ്പോൾ ചോദ്യം വരാം. പക്ഷേ കാണാത്തത് അപ്രകടമായിട്ട് അദ്ദേഹം ഉണ്ട് അവിടെ. വൃന്ദാവൻ കൃഷ്ണൻ വൃന്ദാവൻ ഒരിക്കലും വിടില്ല എന്നാണ് പറയുന്നത്. ആധ്യാത്മിക ലോക കാര്യം ഇതെല്ലാം ഈ കുരുക്ഷേത്ര യുദ്ധവും കാര്യങ്ങളൊക്കെ ഈ ഭൗതിക ലോകത്തിൽ കൃഷ്ണൻ 5000 വർഷം മുമ്പ് അവതരിച്ചപ്പോൾ നടന്നിട്ടുള്ള ലീലകളാണ് ഇതെല്ലാം. ശാശ്വത ലോകം നോക്കുമ്പോൾ, ആധ്യാത്മിക ലോകം നോക്കുമ്പോൾ ഇങ്ങനെയല്ല അതിൻ്റെ സിസ്റ്റം. അവിടെയുള്ള ലീലകളും കുറേ ലീലകളൊക്കെ അവിടെയുള്ളത് ഇവിടെ നടന്നിട്ടുണ്ട്. എന്നാൽ ചിലതൊന്നും ഇവിടെ മാത്രമുള്ളതും ഉണ്ടാവും. പ്രത്യേകിച്ചും ഈ അസുരന്മാരെ നിഗ്രഹിക്കുന്നതൊക്കെ വൃന്ദാവനത്തിൽ മാത്രമാണെന്നാണ് പറയുന്നത്. അവിടെ ആത്മീയ അല്ലെങ്കിൽ ഗോലക വൃന്ദാവനത്തിൽ അങ്ങനെയല്ല. എന്നാൽ ചില സമയത്ത് ചില ആചാര്യന്മാരുടെ ഒരു എക്സ്പ്ലനേഷൻ പ്രകാരം ഒരുപക്ഷെ അവിടെ ലീലകളുടെ ഒരു എന്താ പറയുക, അല്ലെങ്കിൽ പല ലീലകളും സ്വീറ്റ്നെസ് കൂടാൻ വേണ്ടി അവിടെ പലതും നടക്കുന്നുണ്ട്. ഇപ്പോൾ പറയും സൂര്യനും ചന്ദ്രൻ്റെ ആവശ്യമില്ല അവിടെ എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്, ഭഗവാനും പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ പകലും രാത്രിയും ആവുന്നില്ല എന്നുള്ളതാണോ? രാത്രിയും പകലൊക്കെ ആവുന്നുണ്ട്. എന്നാൽ അത് ഇവിടെയുള്ള ഈ ലോകത്തുള്ള സൂര്യനെയും ചന്ദ്രനെയും പോലെ വെളിച്ചം കൊടുക്കാനോ, അല്ലെങ്കിൽ സൂര്യൻ ഇല്ലെങ്കിൽ ചന്ദ്രൻ ഇല്ലെങ്കിലും ഇവിടെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല, അല്ലേ? രണ്ടുപേർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. എന്നാൽ ഈ റോളല്ല അവിടെയുള്ളത്. അവിടെയുള്ള റോൾ എന്താണെന്ന് വെച്ചാൽ ലീലകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ലീലകൾ നടക്കാൻ വേണ്ടി സൂര്യനും ചന്ദ്രനും അതേപോലെ കാലാവസ്ഥയും ഒക്കെ ഉണ്ട്, എല്ലാം മാറുന്നു. എന്നാൽ അതെല്ലാം ലീലകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ലീലകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതാണ് അവിടുത്തെ കാര്യം. സോ അതുകൊണ്ട് നമ്മുടെ ചിന്തകളിൽ എല്ലാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ച് പലപ്പോഴും മനസ്സിലാക്കാൻ പലതും സാധിക്കില്ല. കുറേ അചിന്ത്യമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, താങ്ക് യു. ശ്യാമാതജി. ഹരേ കൃഷ്ണ. അല്ല പ്രഭുജി, ആദ്യമായിട്ടാണ് ഇത് കേൾക്കണേ. വൃന്ദാവനത്തിലെ ഉണ്ടായ കൃഷ്ണനും ഇവിടത്തെ കൃഷ്ണനെ കുറിച്ച് ആദ്യമായിട്ടാണ് കേൾക്കണേ. അതാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നമ്മൾ ആക്ച്വലി ഒരുപാട് ഭാഗ്യം ചെയ്തിരിക്കുന്നു. ഇതെല്ലാം സത്യമാണ്. ഒരിക്കലും ഇത്
ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ മാത്രമുള്ളതല്ല. അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഹരേകൃഷ്ണ പ്രസ്ഥാനമല്ലാതെ ഇത് ഭഗവാന്റെ ലീലകൾ ഗോലോക വൃന്ദാവനത്തിൽ നടക്കുന്നത് അവിടെയുള്ള ആളുകൾക്കാണ് അറിയുന്നത്. അപ്പോൾ അവിടെയുള്ള അവിടെയുള്ള ആ ശുദ്ധ ഭക്തർ ഇങ്ങോട്ട് ആചാര്യന്മാരായി നമ്മുടെ അടുത്ത് വരും. അവർ വരുമ്പോൾ ഇതെല്ലാം സത്യങ്ങളെല്ലാം റിവീൽ ചെയ്യുന്നു. അവിടെ നടക്കുന്നതും അതായത് അതുകൊണ്ടാണ് പറയുന്നത്, ശാസ്ത്രങ്ങളിൽ നേരിട്ട് പറയുന്ന കാര്യങ്ങളിൽ 50% ഉണ്ടാവുള്ളൂ. ആചാര്യന്മാരുടെ അവരുടെ ഒരു വിശകലനം കൂടെ വരുമ്പോഴാണ് അത് പൂർത്തിയാവുന്നത്. ബാക്കി 50% അങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുക, കേൾക്കുക. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഈ നന്ദഗോപരുടെയും യശോദാമയ്യയുടെയും കാര്യം പറഞ്ഞത്, അവരെ അഷ്ടവസുക്കളിൽ ഒരാളല്ലേ നന്ദഗോപര്? നന്ദഗോപര് ഗോലോക വൃന്ദാവനത്തില് ഭഗവാൻ കൃഷ്ണന്റെ അച്ഛനാണ്. ഇവിടെ വരുമ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ സൂത്തപ്പയും കൃഷ്ണയും വസുദേവരിലും അതേപോലെ ദേവകി റാണിയിലും അവർ വരുന്നു, ലയിക്കുന്നു എന്ന് പറഞ്ഞ പോലെ നന്ദഗോപരും യശോദറാണി ഇങ്ങോട്ട് വരുമ്പോൾ ബാക്കിയുള്ള ആളുകൾ, ഇപ്പോൾ വസു ആണെങ്കിൽ അഷ്ടവസുക്കളിൽ ഒരാളാണെങ്കിൽ അദ്ദേഹം ഇതിലോട്ട് ചേരുന്നു. അല്ലാതെ നന്ദഗോപുരം ഒരിക്കലും വസു ആണെന്ന് പറയാൻ പാടില്ല. അങ്ങനെ നന്ദഗോപുരം ഭഗവാൻ കൃഷ്ണന്റെ അച്ഛനാണ് ഗോലോക വൃന്ദാവനത്തിൽ. ആ ഒരു പൊസിഷൻ അവിടെ എപ്പോഴും ഉണ്ട്. ഇവിടെ അവതാരം എടുത്ത് വരുമ്പോൾ കൃഷ്ണൻ അവതാരം എടുത്ത് വരുന്ന കൂട്ടത്തിൽ ഇവരൊക്കെ അവതാരമായിട്ടാണ് വരുന്നത്, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ അവരുടെ ലീലകൾ നടക്കുമ്പോൾ ഇതേപോലെ ഇപ്പോൾ അഷ്ടവസ്തുക്കളാണെങ്കിലും നേരത്തെ സുത്തപ്പ കൃഷ്ണയുടെ കാര്യം പറഞ്ഞു, അവരെല്ലാം ഒറിജിനൽ വസുദേവരിലും ദേവകിയിലും വരുന്ന പോലെ ഇവിടെ നേരത്തെ പറഞ്ഞുല്ലോ നമ്മൾ, ഭഗവാൻ കൃഷ്ണൻ അവതാരം എടുക്കുമ്പോൾ മറ്റുള്ള അവതാരങ്ങളൊക്കെ അദ്ദേഹത്തിനകത്ത് ഉണ്ട് എന്നുള്ളത്. അതേപോലെ സിമ്പിൾ ലോജിക് ഈസ് സിമ്പിൾ. അതുപോലെ പ്രഭുജി, ഹരേ കൃഷ്ണ പ്രഭുജി, അതുപോലെ ഭഗവാന്റെ 4 ജന്മങ്ങളിലെ അച്ഛനമ്മമാരാണ് ഈ വസുദേവരും പിന്നെ ദേവകി ദേവി എന്ന് പറയുന്നുണ്ടല്ലോ. അത് കറക്റ്റ് ആണോ പ്രഭുജി? അതാണ് നേരത്തെ പറഞ്ഞത്. അതായത് അവസാനം അവർ 3 പ്രാവശ്യം അവർക്ക് അവസരം കൊടുക്കുന്നു, കൃഷ്ണിക്കും സുത്തപ്പയ്ക്കും. അങ്ങനെ 3-4 അവതാരങ്ങളായി ഒരു ചാൻസ് കൊടുക്കുന്നുണ്ട്, മകനായിട്ട് വരുന്നുണ്ട്. അല്ല, അവസാനം വരുന്നത് വസുദേവരും ദേവിക്കും. പക്ഷെ അവർ ഒറിജിനലാണ്, അവർ ഒറിജിനൽ അച്ഛനും അമ്മയാണ്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഓക്കെ, ലളിത മാതാജി ഓക്കെ ആണോ? ഒരു മിനിറ്റ് പ്രഭു മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓക്കെ. യെസ് പ്രഭു, പിന്നെ അങ്ങനെയെങ്കിൽ ഹരേ കൃഷ്ണ പറയൂ. അങ്ങനെയെങ്കിൽ പ്രഭു, ആദിപുരുഷനായ ഭഗവാന് മാതാപിതാക്കൾ ഇല്ലല്ലോ, ആദിപുരുഷനല്ലേ? അപ്പോ എവിടെയായിരിക്കും അങ്ങനെയെങ്കിൽ പൊസിഷൻ? ഹരേ കൃഷ്ണ. ആദിപുരുഷൻ എന്ന് പറയുമ്പോ പിന്നെ മാതാപിതാക്കൾ ഇല്ലല്ലോ അവിടെ. പിന്നെ ഗോലോക വൃന്ദാവനത്തിന് എന്താ പ്രസക്തി ഉള്ളത്? പിന്നെ എന്തിനാണ് ആത്മീയ ലോകം ഉള്ളത്? പിന്നെ അല്ല, അവിടെ വസുദേവരും അച്ഛനമ്മമാരും ഉണ്ട് എന്നിങ്ങനെ പറയുന്നു. അത് ഇപ്പോഴും തത്വങ്ങൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണമെന്ന് അറിയില്ല പ്രഭു. അത് മനസ്സിലാക്കുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾ ഭഗവത്ഗീതയിൽ മുതൽ തത്വങ്ങൾ പഠിച്ചു വരുന്നുണ്ട്. ഭഗവാൻ ആദിപുരുഷനാണ്, സംശയമില്ല. അദ്ദേഹത്തിന് അച്ഛനോ അമ്മയോ ഇല്ല. ആ തത്വപ്രകാരം നോക്കുവാണെങ്കിൽ, ലീലപ്രകാരം നോക്കുവാണെങ്കിൽ അദ്ദേഹത്തിന് അച്ഛനും അമ്മയും ഉണ്ട്. കാര്യം വാത്സല്യഭാവം, മാധുര്യഭാവം, അതേപോലെ എല്ലാ ഭാവങ്ങളും എല്ലാ രസങ്ങളും ഭക്തരുമായിട്ട് അദ്ദേഹത്തിനുണ്ട് അല്ലേ? അപ്പോൾ അതിനൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛനും ഉണ്ട് അമ്മയും ഉണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ ഗോലോക വൃന്ദാവനിൽ ശാശ്വതമായിട്ട് അച്ഛനും അമ്മയും നന്ദമഹാരാജും യശോദറാണിയുമാണ്. സിമ്പിൾ. കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. നമ്മളെ വീടുകളിലെ അർച്ച വിഗ്രഹം ഉപയോഗിച്ചൂടാന്ന് പറയുന്നു പ്രഭു. അതെന്താണ് അങ്ങനെ പറയുന്നത്? വീടുകളില് അർച്ച വിഗ്രഹം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രതിമ, ഭഗവാൻ കൃഷ്ണന്റെ പ്രതിമയൊക്കെ ഇല്ലേ,
അത് വെച്ച് പൂജിച്ചൂടാന്ന് പറയുന്നു? അർച്ചവിഗ്രഹങ്ങളൊക്കെ അതായത് അമ്പലത്തിലെ പോലെയുള്ള അർച്ചവിഗ്രഹങ്ങളാണോ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ തീർച്ചയായിട്ടും വിഗ്രഹാരാധനയിൽ അർച്ചവിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് എന്നാൽ അമ്പലത്തിലെ പോലെ പ്രാണപ്രതിഷ്ഠയൊന്നും വീടുകളിൽ ചെയ്യില്ല. എന്നാലും ആരാധന ചെയ്യുന്നത് സമ്പ്രദായത്തിലുണ്ട്. അത് ഒരു പാടില്ല എന്നുള്ളത് ഏത് രീതിയിലുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതായത് അമ്പലത്തിലെ പോലെ ഉള്ള ഒരു പ്രാണപ്രതിഷ്ഠയൊന്നും വീടുകളിൽ അർച്ചവിഗ്രഹങ്ങൾക്ക് ചെയ്യുന്നില്ല. മറിച്ച് പക്ഷേ ശ്രീ രാധാകൃഷ്ണൻ്റെ വിഗ്രഹങ്ങളൊക്കെ വെച്ച് ആരാധിക്കുന്നവർ എത്ര പേരുണ്ട്? ഒരുപാട് പേരുണ്ട്. അതൊന്നും തെറ്റാണെന്നും എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ അതിന് യോഗ്യത വേണം. അതിനുള്ള യോഗ്യത, ഗുരുവിൻ്റെ സമ്മതം ഇതെല്ലാം ആവശ്യമാണ്. അതിനുശേഷം സാധിക്കും. ഓക്കെ, രണ്ടും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. പ്രാണപ്രതിഷ്ഠ ചെയ്യുന്ന വിഗ്രഹങ്ങളും ഇവിടെയുള്ളതും. വീട്ടിലുള്ളത് കൂടുതലും ആക്ച്വലി ഒരു വെൽക്കമിങ് ആണ് ചെയ്യുന്നത്. അവിടെ ഒരു വെൽക്കമിങ് സെറമണിയാണ് നടക്കുന്നത്. എന്നാൽ അമ്പലത്തിൽ വേറെ രീതിയിലാണ് അതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അനുഷ്ഠാനങ്ങൾക്കൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. വീടുകളിൽ കുറച്ചും കൂടെ ഫ്രണ്ട്ലി, അല്ലെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു അമ്പലത്തിലെ പോലെ ഒരു സിസ്റ്റമും അല്ലെങ്കിൽ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം നമുക്ക് വീട്ടിൽ സാധിക്കില്ല. വീടുകൾക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഭഗവാനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അത് ഒരുപാട് സമയമായി. സോറി, ഇനിയുള്ള ക്വസ്റ്റ്യൻ എല്ലാം നമ്മൾ നാളത്തെ ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. എല്ലാവരും വരിക. പ്രഭുജിയോട് യാതൊരു മുടക്കവും കൂടാതെ കിട്ടുന്നതിലും ആദരവപൂർവ്വം 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം പറയാം. വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ രാമ 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 കൃപാ സിന്ധുപതിദാനാം ഭാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनेकोटि वैष्णव वृंद की हरिनाम संकीर्तन यज्ञ की हरे कृष्णा महामंत्र की श्रील प्रभुपाद की जय. श्री अनंत पद्मनाभ स्वामी की जय. हरे कृष्णा प्रभु जी, दंडवत प्रणाम. हरे कृष्णा.